വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് സേഫ്റ്റി എന്ന് പറയുന്ന മോഡ്യൂളിലെ 4th പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ്, ഇൻ ഓൾഡർ ഡേയ്സ് റോഡ് ലോക്കോമോട്ടീവ് ക്യാരിങ് എ റെഡ് ഫ്ലാഗ് ബൈ ഡേ ആൻഡ് റെഡ് ലാൻഡിൻ ബൈ നൈറ്റ്. ഓൾഡർ ഡേയ്സിൽ ഡേയിൽ റെഡ് ഫ്ലാഗും നൈറ്റിൽ റെഡ് ലാൻഡേണുമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സേഫ്റ്റി ഈസ് ദ പ്രൈം മോട്ടീവ് ഓഫ് എവരി ട്രാഫിക്. ഇപ്പോൾ ഓരോ ട്രാഫിക്കിൻ്റെയും പ്രൈം മോട്ടീവ് എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം, അത് സേഫ്റ്റിയാണ്. പിന്നെ റോഡിൻ്റെ സൈൻസ് പ്രധാനമായിട്ടും 3 എണ്ണം ഉണ്ട്. ഓക്കെ, റോഡ് സൈൻസ് പ്രധാനമായിട്ടും 3 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാൻഡേറ്ററി, സെക്കൻഡ് കോഷണറി അല്ലെങ്കിൽ അതിനെ വാർണിംഗ് സൈൻസ് എന്ന് പറയും, മൂന്നാമത്തത് ഇൻഫർമേറ്ററി. ഇപ്പോൾ മാൻഡേറ്ററി സൈൻ, ഇപ്പോൾ ഒരു മാൻഡേറ്ററി സൈൻ നമ്മൾ വയലേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെറ്റി കിട്ടും, അഥവാ പെനാൽറ്റീസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. വയലേഷൻ ഓഫ് മാൻഡേറ്ററി സൈൻ ക്യാൻ ലീഡ് ടു പെനാൽറ്റീസ്. എക്സാമ്പിളായിട്ട് പറയുന്നത് സ്റ്റോപ്പ്, ഗീവ് വേ ലിമിറ്റ്സ്, പിന്നെ പ്രൊഹിബിറ്റൻ, നോ പാർക്കിംഗ്, കമ്പൾസറി സൈൻസ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് മാൻഡേറ്ററി സൈനാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് റോങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോപ്പിൻ്റെ സൈൻ എന്ന് പറയുന്നത് ഈ ഒക്ടഗണൽ ഷേപ്പാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സ്റ്റോപ്പ് സൈൻ ഡയറക്റ്റ് ചോദിക്കാതെ അതിൻ്റെ ഷേപ്പ് ചോദിക്കാം, അത് ഒക്ടഗണൽ ഷേപ്പാണ്. ഗീവ് വേ എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ട്രയാങ്കിൾ അല്ല, ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഓവർടേക്കിംഗ് പ്രൊഹിബിഷൻ, അതായത് ഇതിലൊരു വണ്ടി പോകുന്നു, അതിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഒരു സർക്കുലർ ഷേപ്പിൽ ക്രോസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ സൈൻസ് ഒക്കെ നമുക്ക് റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ മാൻഡേറ്ററി സൈൻ റോഡിൻ്റെ കാര്യത്തിൽ ഈ എക്സെപ്ഷനാണ് ഈ 2 കേസ്, സ്റ്റോപ്പും ഗീവ് വേയും. അതുകൂടാതെയുള്ള മാൻഡേറ്ററി സൈൻ എല്ലാം സർക്കുലർ ഷേപ്പ് ആയിരിക്കും, ഇതുപോലെ സർക്കുലർ ഷേപ്പ് ആയിരിക്കും എന്നും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോഷണറി സൈൻസ്. കോഷണറി അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് ആർ എസ്പെഷ്യലി സേഫ്. ഇപ്പോൾ ഒരു കോഷണറി അല്ലെങ്കിൽ ഒരു വാർണിംഗ് കൊടുക്കുന്നു, അതെന്ന് പറയുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഡൂസ് ആൻഡ് ഡോൺസ് ഫോർ പെഡസ്ട്രിയൻ, ചെയ്യാൻ പറ്റുന്നതും പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഫോർ പെഡസ്ട്രിയൻ, സൈക്ലിസ്റ്റ്, ബസ് പാസഞ്ചേഴ്സ് ആൻഡ് മോട്ടറിസ്റ്റ്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ കോഷണറി അല്ലെങ്കിൽ വാർണിംഗ് സൈൻ. അപ്പോൾ ആ പേര് 2 നോട്ട് ചെയ്ത് വെച്ചേക്കുക. കോഷണറി അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഗാർഡഡ് ആയിട്ടുള്ളത്, ഇപ്പോൾ അവിടെ വേലി പോലെ കിട്ടിയിട്ടുള്ള ആ ഒരു ഇതാണ് ഗാർഡഡ് ആയിട്ടുള്ള ഒരു സിമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അൺഗാർഡഡ് ചോദിച്ചിട്ടുള്ളതാണ്. അൺഗാർഡഡ് ഇപ്പോൾ ഒരു ട്രെയിനിൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതിൽ ഗാർഡ്സ് കൊടുത്തിട്ടില്ല, അത് അൺഗാർഡഡ് ആണ് ആ സിമ്പിൾ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണ്. ഇപ്പോൾ ഒരാൾ സീബ്ര ലൈനിലൂടെ നടന്നു പോകുന്ന ആ പോർഷനാണ് ഈ സിമ്പിളിൽ കാണിച്ചിരിക്കുന്നത്, പെഡസ്ട്രിയൻ ക്രോസിംഗ്. പിന്നെ ഒരു കുട്ടി ബാഗുമായിട്ട് പോകുന്നത്, ഇപ്പോൾ സ്കൂളിൻ്റെ പരിസരത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സൈൻ ആണ്. ഇൻഫർമേഷൻ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ സൈൻസ് ആർ എസ്പെഷ്യലി ബെനിഫിറ്റ് ടു ദ പാസഞ്ചേഴ്സ് ആൻഡ് 2 വീലേഴ്സ്. ഒരു പാസഞ്ചേഴ്സിനും 2 വീലേഴ്സിനും ബെനിഫിറ്റ് ആയിട്ടുള്ള സൈൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ സൈൻ ആണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് മെയിൻലി വരുന്നത് റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഷേപ്പാണെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, റെക്റ്റാങ്കുലർ ഷേപ്പാണ് ഇൻഫർമേഷൻ സൈൻ വരുന്നത്. കോഷണറി സൈൻ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഷേപ്പാണെന്നും നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇത്ര കിലോമീറ്റർ, ഓക്കെ, ആ രീതിയിൽ നമുക്ക് സൈൻ ബോർഡ് കാണാം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ടുള്ള ഡയറക്ഷൻ ആ രീതിയിൽ കാണാൻ പറ്റും. അപ്പം അതിന് പറയുന്ന പേരാണ് ഇൻഫർമേഷൻ സൈൻ. എന്തെങ്കിലും ഇൻഫർമേഷൻ നമുക്ക് തരുന്ന സയൻസ് ആണ് ഇൻഫർമേഷൻ സയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാർക്കിംഗ് ലൈൻസ് ഓൺ റോഡ്. ജസ്റ്റ് ഈ ടോപ്പിക്ക് വായിച്ചു വിടുക. ഇനി അത് നമുക്ക് സയൻസിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മാർക്കിംഗ് ലൈൻസ് ആർ ഡയറക്റ്റിംഗ് ഓർ വാണ്ട് ടു ദ മൂവിങ് വെഹിക്കിൾസ്, സൈക്ലിസ്റ്റ് ആൻഡ് പെഡസ്ട്രിയൻ ടു ഫോളോ ദ ലോ. ഒരു റോഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മാർക്കിംഗ് ലൈൻസ് കാണും. അത് കൊടുത്തിരിക്കുന്നത് മൂവിങ് വെഹിക്കിൾസിന് അല്ലെങ്കിൽ സൈക്ലിസ്റ്റ്, പെഡസ്ട്രിയൻസ് അവരെല്ലാം ഒരു ലോ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്
കൊടുത്തിരിക്കുന്നത്. ഇനി സിംഗിൾ ആൻഡ് ഷോർട്ട് ബ്രോക്കൺ ലൈൻസ് വിത്ത് മിഡിൽ ഓഫ് ദ റോഡ് അലോ ദ വെഹിക്കിൾ ടു ക്രോസ് ദ ഡോട്ടർ ലൈൻ സേഫ്ലി ഓവർടേക്ക് വെൻ അവർ റിക്വേർഡ്. ഇപ്പോൾ നമ്മുടെ റോഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഡോട്ടഡ് ആയിട്ടുള്ള ബ്രേക്ക് ആയിട്ടുള്ള ഡോട്ടഡ് ലൈൻസ് ഉള്ള കാണും. ക്രോസ് ദ ഡോട്ടർ ലൈൻ സേഫ്ലി ഓവർടേക്ക് വെൻ അവർ റിക്വേർഡ്. അപ്പോൾ നമുക്ക് ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡോട്ടഡ് ലൈൻസ് സേഫായിട്ട് മുറിച്ച് കടന്നിട്ട് വേണം ഓവർടേക്ക് ചെയ്യാൻ. വെൻ മൂവിംഗ് വെഹിക്കിൾ അപ്രോച്ചിങ് പെഡസ്ട്രിയൻ ക്രോസിംഗ് ബി റെഡി ടു സ്ലോ ഡൗൺ ഓർ സ്റ്റോപ്പ് ടു ലെറ്റ് പീപ്പിൾ ക്രോസ്. ഇപ്പോൾ ഒരു പെഡസ്ട്രിയൻ ക്രോസിങ് ഇതുപോലെ സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവർ പോകുന്നത് വരെ ഒന്നിലെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്തിരിക്കണം. ഡു നോട്ട് ഓവർടേക്ക് ഇൻ ദ വിസിനിറ്റി ഓഫ് ദ പെഡസ്ട്രിയൻ ക്രോസിംഗ്. നമ്മൾ പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉള്ള സമയത്ത് അവരെ ഓവർടേക്ക് ചെയ്ത് പോകാൻ പാടില്ല. പിന്നെ ഈ ഏരിയ എന്ന് പറയുന്നത് ഈ പോലീസ് സിഗ്നൽസ്, ഇത് നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ ഏരിയ ഇത്രയും ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വിട്ടേക്കുക. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ട്രാഫിക് ലൈറ്റ് സിഗ്നൽസ് ആണ്. ഇപ്പോൾ റെഡ് എന്താണ്, റെഡും ആംബറും വരാൻ നേരത്ത് എന്താണ്, ഗ്രീന്. ഓക്കെ, ആ സിഗ്നൽസിൽ ഗ്രീൻ എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് അത് വായിച്ചു വിടുക. പിന്നെ കൊളീഷൻ്റെ കോസസ് 3 ഫാക്ടേഴ്സാണ് പ്രധാനമായിട്ടും കൊളീഷന് കാരണമാകുന്നത്. ഒന്ന് റോഡ്, പിന്നെ വെഹിക്കിൾസ്, ഡ്രൈവേഴ്സ്. ഇപ്പോൾ ഈ റോഡിൻ്റെ ആ ക്വാളിറ്റി അതിനെ ബാധിക്കും കൊളീഷൻ ഉണ്ടാകാൻ. പിന്നെ വെഹിക്കിൾസ്, ഡ്രൈവേഴ്സ്. ഇപ്പോൾ ഒരു റാഷണൽ ഡ്രൈവിംഗ് ആണ് ഒരാൾ നടത്തുന്നത്, അങ്ങനെയാണെങ്കിൽ അവിടെ അപകടം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇൻ റോങ് ആറ്റിറ്റ്യൂഡ് സച്ച് ദാറ്റ് അവോയ്ഡ് ഫോളിഷ് ആക്ട് അറ്റ് ദ വീൽ, ഡ്രൈവിംഗ് ടൈം ഈസ് നോട്ട് പ്ലേ ടൈം. ഇപ്പോൾ ചിലരൊക്കെ വണ്ടി ഓടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടിയാവും. ഒരു കാര്യമില്ലാതെ വെറുതെ റൈസ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഹാൻഡിലിൽ കൈയൊന്നും കൊടുക്കാതെ കൈവിട്ട് അഭ്യാസം കാണിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് അറിഞ്ഞിരിക്കേണ്ടത് സേഫ്റ്റി സൈനാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ റോഡ് സൈൻ കൂടാതെ 4 ബേസിക് കാറ്റഗറീസ് ഓഫ് സൈൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. പിന്നെ ഒരു സേഫ്റ്റി എന്താണെന്ന് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. സ്റ്റേറ്റ് ഓഫ് ബീയിങ് സേഫ്, ഫ്രീഡം ഫ്രം ദ ഒക്കറൻസ് ഓർ റിസ്ക് ഓഫ് ഇഞ്ചറി, ഡേഞ്ചർ ഓർ ലോസ്. അപ്പോൾ എന്തെങ്കിലും ഇഞ്ചറിയോ ഡേഞ്ചറോ ലോസോ അതുണ്ടാവുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന, ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ഫ്രീഡം തരുന്ന ഒരു കാര്യമാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സേഫ്റ്റി ഡസ് നോട്ട് ജസ്റ്റ് ഹാപ്പൻ. സേഫ്റ്റി എന്ന് പറയുന്നത് does not just happen. It has to be organized and achieved like the work process of which it forms a part. ഇപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് എന്നുള്ള നിലക്ക് നമ്മൾ അത് ഓർഗനൈസ് ചെയ്ത് അച്ചീവ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഓക്കെ, ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ബോത്ത് ആൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ് ഹാവ് എ റെസ്പോൺസിബിലിറ്റി ഇൻ ദിസ് ബിഹാഫ്. ഇപ്പോൾ ഒരു സേഫ്റ്റിയിൽ ആർക്കൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്? എംപ്ലോയർക്കുണ്ട്, അതേപോലെ തന്നെ ആ പണിയെടുക്കുന്ന എംപ്ലോയിക്കും കാണും. ഓക്കെ, അവർക്ക് രണ്ടുപേർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണുള്ളത്. എംപ്ലോയേഴ്സ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു എംപ്ലോയർ, ഇപ്പോൾ ഒരു മുതലാളി, അയാൾക്ക് വേണ്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ടൂള് പ്രൊവൈഡ് ചെയ്യുക, എക്യുപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, അത് ഇൻസ്പെക്ട് ചെയ്യുക, പിന്നെ അതിൻ്റെ എപ്പോഴും റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക. നമുക്ക് നോക്കാം. ദ എഫേർട്ട് എ ഫേം പുട്ട്സ് ഇൻ ടു പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് വർക്ക്, ട്രെയിനിങ് പീപ്പിൾ, എൻഗേജിങ് സ്കിൽഡ് ആൻഡ് കോമ്പീറ്റൻറ്റ് വർക്കേഴ്സ്. അപ്പോൾ ഒരു ഫേം എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് വർക്ക്, ഒരു വർക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്തിട്ടായിരിക്കണം തുടങ്ങേണ്ടത്. പിന്നെ ട്രെയിനിങ് കൊടുക്കുക പീപ്പിൾസിന്, എൻഗേജിങ് സ്കിൽഡ് ആൻഡ് കോമ്പീറ്റൻറ്റ് വർക്കേഴ്സ്. ഒരു സ്കിൽഡ് ആയിട്ടുള്ളത് അൺസ്കിൽഡ് വർക്കേഴ്സ് കാണും, അവരെ കൂടാതെ സ്കിൽഡ് വർക്കേഴ്സും കാണും ഒരു ഫേം എടുക്കാൻ നേരത്ത്. ഒരു സ്കിൽഡ് വർക്കറിനെ കൊണ്ടേ അത് ചെയ്യിക്കാൻ ശ്രമിക്കാവുള്ളൂ. എൻഗേജിങ് സ്കിൽഡ് ആൻഡ് കോമ്പീറ്റൻറ്റ് വർക്കേഴ്സ്, മെയിൻറ്റെയിനിങ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ആ പ്ലാന്റും എക്യുപ്മെൻറ്റും മെയിൻറ്റെയിൻ ചെയ്യുക, ആൻഡ് ചെക്കിങ്, ഇൻസ്പെക്ടിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ്. അപ്പോൾ ഇത് ആ പ്ലാന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഇപ്പോൾ മെഷീനറി കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അതിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാകുമോ, എല്ലാം ഒരു എംപ്ലോയറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് വരുന്നതാണ്. ഓൾ ഓഫ് ദിസ് കോൺട്രിബ്യൂട്ട് ടു ദ സേഫ്റ്റി ഇൻ ദ വർക്ക് പ്ലേസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു വർക്ക് പ്ലേസിലെ സേഫ്റ്റിയെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എംപ്ലോയർ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ എക്യുപ്മെൻറ്റ് പ്രൊവൈഡഡ്. അപ്പോൾ
equipment കൊടുത്തിരിക്കുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എംപ്ലോയർക്കാണ്. പിന്നെ അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ, what the employees are asked to do and the training given. ഇപ്പോൾ ഒരു എംപ്ലോയീസ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഈ എംപ്ലോയർ ആണ് തീരുമാനിക്കുന്നത്. പിന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. പിന്നെ ആ എക്യുപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി എംപ്ലോയർക്കാണ്. അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് എംപ്ലോയറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, പിന്നെ എംപ്ലോയീസിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്, യു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ വേ യു യൂസ് ദ എക്യുപ്മെൻറ്റ്. ഇപ്പോൾ ഒരു എക്യുപ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, അപ്പോൾ അത് യൂസ് ചെയ്യുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എംപ്ലോയിക്കാണ്. ഹൗ യു ഡു യുവർ ജോബ്, നമ്മൾ എങ്ങനെയാണ് ആ വർക്ക് ചെയ്യുന്നത്. ദ യൂസ് യു മേക്ക് യുവർ ട്രെയിനിങ്, നമുക്കൊരു ട്രെയിനിങ് സെഷൻ തന്നു, അത് നമുക്ക് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ചിലർ ട്രെയിനിങ് സെക്ഷനിലൊക്കെ ഉഴപ്പി നടക്കും. അപ്പോൾ ട്രെയിനിങ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ വർക്ക് ചെയ്യാനുള്ള അതിൻ്റെ ജനറൽ സേഫ്റ്റി ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പ്രോസസ്സാണ്. ആൻഡ് യുവർ ജനറൽ ആറ്റിറ്റ്യൂഡ് ടു സേഫ്റ്റി. ഇപ്പോൾ സേഫ്റ്റിയിൽ ഇപ്പോൾ ഒരാളുടെ അടുത്ത് പറയുകയാണ് ഹെൽമെറ്റ് ധരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യണം, മുകളിൽ ഓവർഹെഡ് ലോഡുണ്ട്, അല്ലെങ്കിൽ ഒരു ഹാർനസ് ബെൽറ്റ് നിങ്ങൾ യൂസ് ചെയ്യണം ഓരോ മുകളിലോട്ട് കയറുന്ന വർക്കിന്. അപ്പോൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ എംപ്ലോയീസിൻ്റെ റെസ്പോൺസിബിലിറ്റിയുടെ ഇനബിലിറ്റിയാണ് കാണിക്കുന്നത്. ഓക്കെ, എ ഗ്രേറ്റ് ഡീൽ ഈസ് ഡൺ ബൈ എംപ്ലോയേഴ്സ് ആൻഡ് ദ അതർ പീപ്പിൾ ടു മേക്ക് യുവർ വർക്കിംഗ് ലൈഫ് സേഫർ. അപ്പോൾ വർക്കിംഗ് ലൈഫ് സേഫർ ആക്കുന്നത് ഈ എംപ്ലോയറും അതർ പീപ്പിളുമാണ്. ഓക്കെ, ബട്ട് ഓൾവേസ് റിമെമ്പർ യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഓൺ ആക്ഷൻസ് ആൻഡ് ദ എഫക്റ്റ് ദേ ഹാവ് ഓൺ അതേഴ്സ്. ഇപ്പോൾ നമ്മുടെ ആക്ഷൻ മൂലമാണ് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത്. ഓക്കെ, ആ എഫക്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരെയും ബാധിക്കാം. ഇപ്പം നമ്മളൊരു വർക്ക് ചെയ്യുന്നതിനിടക്ക് അവിടെ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അപകടം വരാം. യു മസ്റ്റ് നോട്ട് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ലൈറ്റ്ലി. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി നമ്മളൊരു ഉഴപ്പം മട്ടിൽ ലൈറ്റായിട്ട് എടുക്കാൻ പാടില്ല. റൂൾസ് ആൻഡ് പ്രൊസീജിയർ അറ്റ് വർക്ക്, വാട്ട് യു മസ്റ്റ് ഡു ബൈ ലോ ഈസ് ഓഫൺ ഇൻക്ലൂഡഡ് ഇൻ ദ വേരിയസ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ലേഡ് ഔട്ട് ബൈ യുവർ എംപ്ലോയർ. ഇപ്പോൾ ഒരു എംപ്ലോയർ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫേമിൽ ഒരു ലോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു റൂൾസ് പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാത്രമേ നമ്മൾ അവിടെ വർക്ക് ചെയ്യാവുള്ളൂ. ഓക്കെ, ദേ മേ ബി റിട്ടൺ ഡൗൺ, അതെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സേഫ്റ്റി റൂൾസ് ഇന്ന കാര്യങ്ങൾ, അപ്പോൾ അത് റിട്ടൺ ഇൻസ്ട്രക്ഷനായിട്ട് ആ ഫേമിൽ കാണും. ബട്ട് മോർ ഓഫൺ ദാൻ നോട്ട് ആർ ജസ്റ്റ് ദ വേ ഫേം ഡസ് തിങ്സ്. യു വിൽ ലേൺ ദീസ് ഫ്രം ദ അതർ വർക്കേഴ്സ് ആസ് യു ഡു യുവർ ജോബ്. ഇപ്പോൾ നമ്മളൊരു പുതിയൊരു എംപ്ലോയി ആയിരിക്കും, അപ്പോൾ അവിടെ ഓൾറെഡി സ്കിൽഡ് ആയിട്ടുള്ളൊരു എംപ്ലോയി കാണും. അപ്പോൾ അയാളിൽ നിന്ന് നമുക്ക് ഇതുപോലുള്ള സേഫ്റ്റി ആസ്പെക്റ്റ് പഠിക്കാൻ പറ്റും. ദേ മേ ഗവൺ ദ ഇഷ്യൂ ആൻഡ് യൂസ് ഓഫ് ടൂൾസ്, പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ആൻഡ് എക്യുപ്മെൻറ്റ്. അപ്പോൾ ഒരു ടൂൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളും അത് ഗവർണിങ് ചെയ്യുന്ന കാര്യവും അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, എക്യുപ്മെൻറ്റ്, റിപ്പോർട്ടിംഗ് പ്രൊസീജിയേഴ്സ്, എമർജൻസി ഡ്രിൽസ്, ആക്സസ് ടു റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ആൻഡ് മെനി അതർ മാറ്റേഴ്സ്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി എടുക്കാൻ നേരത്ത് ചില സ്ഥലങ്ങളൊക്കെ പ്രൊഹിബിഷൻ ആയിരിക്കും. ഓക്കെ, അവിടെ എന്തെങ്കിലും റേഡിയേഷൻ സംഭവിക്കുന്ന എലമെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും, അങ്ങോട്ട് നമുക്ക് ആക്സസ് കാണത്തില്ല. പിന്നെ എമർജൻസി ഡ്രിൽസ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യും, അതായത് ഒരു തീപിടുത്തം നടക്കുന്നു, അപ്പോൾ അതിന് മുന്നേ ഉള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ എമർജൻസി ഡ്രിൽസ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ട പ്രൊസീജിയർ എന്തൊക്കെയാണ്, പിന്നെ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നമ്മൾ യൂസ് ചെയ്യേണ്ടതും എക്യുപ്മെൻറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. സച്ച് റൂൾസ് ആർ എസെൻഷ്യൽ ആൻഡ് ദേ കോൺട്രിബ്യൂട്ട് ടു ദ എഫിഷ്യൻസി ആൻഡ് സേഫ്റ്റി ഓഫ് ദ ജോബ്. അപ്പോൾ അത്തരം റൂൾസ് എന്ന് പറയുന്നത് എഫിഷ്യൻസി ആൻഡ് സേഫ്റ്റി ഓഫ് ദ ജോബിന് എസെൻഷ്യൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുവരെയുള്ള നമ്മൾ വായിച്ച കാര്യങ്ങൾ ജസ്റ്റ് വായിച്ചു വിടുക. ഓക്കെ, ഇതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയ എന്ന് പറയുന്നത് സേഫ്റ്റി സൈൻ ആണ്. ആസ് യു ഗോ അബൌട്ട് യുവർ വർക്ക് on a construction site, you will see a variety of signs and notices. Some of these will be familiar to do. No smoking sign example ആണ്. Others you may not have seen before. It is up to you to learn what they mean and to take notice of them. They warn of the possible danger and must not be ignored. അപ്പോൾ അതിലെന്ന് പറയുന്നത് സേഫ്റ്റി സയൻസിലെന്ന് പറയുന്നത് നമുക്ക് വാണിംഗ് ആയിട്ട് കാണും ഡേഞ്ചർ. ഓക്കെ, അത് നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. സേഫ്റ്റി സയൻസ് ഫോൾ ഇൻ ടു 4 സെപ്പറേറ്റ് കാറ്റഗറീസ്. അപ്പോൾ ഈ കാര്യം നോട്ട് ചെയ്യുക, 4 സെപ്പറേറ്റ് കാറ്റഗറീസ് ആണ്. ദിസ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ബൈ ഷേപ്പ് ആൻഡ് കളർ, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ സേഫ്റ്റി സൈനിൻ്റെ ഷേപ്പ്, അതിൻ്റെ കളറ്, അതിൽ നിന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. സംടൈംസ് ദേ മേ ബി ജസ്റ്റ് എ സിമ്പിൾ,
ചില സമയത്ത് ഇതെന്ന് പറയുന്നത് ഒരു സിമ്പിൾ മാത്രമായിരിക്കും. അതർ സൈൻസ് മേ ഇൻക്ലൂഡ് ലെറ്റേഴ്സ് ഓർ ഫിഗേഴ്സ് ആൻഡ് പ്രൊവൈഡ് എക്സ്ട്രാ ഇൻഫർമേഷൻ സച്ച് ആസ് ക്ലിയറൻസ് ഹൈറ്റ് ഓഫ് ആൻ ഒബ്സ്റ്റക്കിൾ ഓർ സേഫ് വർക്കിംഗ് ലോഡ് ഓഫ് എ ക്രെയിൻ. അപ്പോൾ ചില സമയങ്ങളിൽ ജസ്റ്റ് ഒരു സിമ്പിൾ മാത്രമായിരിക്കാം, ചില സമയത്ത് അത് ലെറ്റേഴ്സ് കാണും അല്ലെങ്കിൽ ഫിഗേഴ്സ് കാണും. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. ക്ലിയറൻസ് ഹൈറ്റ് ഓഫ് ആൻ ഒബ്സ്റ്റക്കിൾ, പിന്നെ സേഫ് വർക്കിംഗ് ലോഡ് ഓഫ് എ ക്രെയിൻ. അപ്പോൾ നമുക്ക് ആ 4 ബേസിക് കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ആണ്, സെക്കൻഡ് മാൻഡേറ്ററി, തേർഡ് വാർണിംഗ് സൈൻസ്, ഫോർത്ത് ഇൻഫർമേഷൻ സൈൻസ്. പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് നിരോധനമാണ്. ഓക്കെ, ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മാൻഡേറ്ററി പ്രൊഹിബിഷൻ. മാൻഡേറ്ററി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഉറപ്പായും പാലിച്ചിരിക്കണം. വാർണിംഗ് സൈൻ എന്ന് പറയുന്നത് ഒരു അപകടമുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് ആ രീതിയിൽ പറഞ്ഞിരിക്കുന്നത് വാർണിംഗ് സൈൻ, ഒരു വാർണിംഗ് കൊടുക്കുന്നത്. ഒരു കോഷണറി സൈൻ എന്ന് പറയും. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വണ്ണെന്ന് പറയുന്നത് പ്രൊഹിബിഷൻ സൈൻസ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് സർക്കുലർ ആണ് ഷേപ്പ്. ഓക്കെ, കളർ എന്ന് പറയുന്നത് റെഡ് ബോർഡർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ക്രോസ് ബാർ എന്ന് പറയുന്നതും റെഡ് ആണ്. അപ്പോൾ സർക്കുലർ ആണ് ഷേപ്പ്, അതിൽ റെഡ് ബോർഡർ, റെഡ് ക്രോസ് ബാർ ആണ് ഉള്ളത്. പിന്നെ ബ്ലാക്ക് സിമ്പിൾ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ബ്ലാക്ക് സിമ്പിൾ. ഓക്കെ, നോ സ്മോക്കിങ്ങിൻ്റെ സിമ്പിളാണ്. അതിൽ ബ്ലാക്ക് ആയിട്ടായിരിക്കും സിമ്പിൾ വരിക. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് കളർ എന്ന് പറയുന്നത് റെഡ് കളറാണ്, ക്രോസ് ബാറും റെഡ് കളറാണ്, ബ്ലാക്ക് സിമ്പിൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോസ് ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഡൺ. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത സൈൻ ഏതാണെന്നുള്ള രീതിയിൽ ചോദിക്കാം. വിച്ച് സൈൻ ഷോസ് ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഡൺ അതെന്ന് പറയുന്നത് പ്രൊഹിബിഷൻ സൈൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് നോ സ്മോക്കിങ്ങിൻ്റെ സൈനാണ്. നെക്സ്റ്റ് വണ്ണെന്ന് പറയുന്നത് മാൻഡേറ്ററി സൈൻ. ഉറപ്പായിട്ടും നമ്മൾ പാലിക്കേണ്ട സൈൻസ് ആണ് മാൻഡേറ്ററി. അതിൻ്റെ ഷേപ്പ് ആദ്യം അറിഞ്ഞിരിക്കുക. ഇതും സർക്കുലർ ആണ് ഷേപ്പ്. ഓക്കെ, ഇതിലെന്ന് പറയുന്നത് വൈറ്റ് സിമ്പിൾ ആയിരിക്കും. നേരത്തെ ബ്ലാക്ക് ആയിരുന്നു സിമ്പിൾ, ഇവിടെ എന്ന് പറയുന്നത് വൈറ്റ് സിമ്പിളാണ്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബ്ലൂ ആണ്. ഇത് കണ്ടിട്ട് ബ്ലാക്ക് ആണെന്ന് ധരിക്കരുത്, ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആണ്. മാൻഡേറ്ററി എം ബ്ലൂ. ഓക്കെ, ആ രീതിയിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഷോസ് വാട്ട് മസ്റ്റ് ബി ഡൺ. അപ്പോൾ ചെറിയ വ്യത്യാസമുള്ളൂ. നേരത്തെ എന്ന് പറയുന്നത് നോട്ട് ബി ഡൺ. ക്വസ്റ്റ്യൻ ഷോസ് വാട്ട് മസ്റ്റ് ബി ഡൺ, അതിനെയാണ് മാൻഡേറ്ററി സൈൻ എന്ന് പറയുന്നത്. ഇപ്പം ഹാൻഡ് പ്രൊട്ടക്ഷന് വേണ്ടി ഗ്ലൗസ് യൂസ് ചെയ്യേണ്ട കാര്യമാണ് ആ മാൻഡേറ്ററി സൈനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം പ്രധാനമായിട്ടും വൈറ്റ് സിമ്പിൾ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് ഓർക്കുക, ഷേപ്പ് സർക്കുലർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വാർണിംഗ് ആണ്, വാർണിംഗ് സൈൻസ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ഷേപ്പ്. ഓക്കെ, വാർണിംഗ് സൈൻസ് ട്രയാങ്കുലർ ഷേപ്പാണ്. പിന്നെ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ഓക്കെ, യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അത് നോക്കുക, യെല്ലോ ബാക്ക്ഗ്രൗണ്ട്, ബ്ലാക്ക് ബോർഡർ ആൻഡ് സിമ്പിൾ. അപ്പോൾ ഈ ബോർഡർ എന്ന് പറയുന്നത് ബ്ലാക്കും അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ബ്ലാക്കും ആയിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ബാക്ക്ഗ്രൗണ്ട് യെല്ലോ ആണ് വാർണിംഗ് സൈൻസിൻ്റെ, ബ്ലാക്ക് ബോർഡറും ബ്ലാക്ക് സിമ്പിളും ആണെന്ന് ഓർക്കുക. അപ്പോൾ ഇതിൽ മീനിങ് എന്ന് പറയുന്നത് വാൺസ് ഓഫ് ഹസാർഡ് ഓർ ഡേഞ്ചർ. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഒരു അപായമുണ്ട് അല്ലെങ്കിൽ ഒരു ഹസാർഡ് ഉണ്ട്, അതിനെയാണ് ഈ വാർണിംഗ് സൈൻ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് കോഷൻ, റിസ്ക് ഓഫ് ഇലക്ട്രിക് ഷോക്ക്, ആ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഒക്കെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിൽ അപകടത്തിൻ്റെ സിമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സൈനാണ്, 4ാമത്തെ സൈൻ. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ഒബ്ലോങ്. ഓക്കെ, സ്ക്വയർ ഓഫ് ഒബ്ലോങ് അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ വൈറ്റ് സിമ്പിൾസ് ഓൺ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതിൻ്റെ സിമ്പിൾസിൻ്റെ കളറ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് വൈറ്റ് ആണ്. ഓക്കെ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. പിന്നെ മീനിങ് ഇൻഡിക്കേറ്റ്സ് ഓർ ഗീവ്സ് ഇൻഫർമേഷൻ ഓഫ് സേഫ്റ്റി പ്രൊവിഷൻ എന്ന് പറയുന്നത്
ഒരു സേഫ്റ്റി പ്രൊവിഷൻ്റെ ഇൻഡിക്കേഷനാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് എയ്ഡ് പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ എവിടെയാണ് ഫസ്റ്റ് എയ്ഡ് പോയിന്റ് എന്ന് തപ്പി നടക്കുന്നതിന് പകരമായിട്ട് ഇപ്പോൾ ഈ സിമ്പിൾ, ഈ സൈൻ ബോർഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ഫസ്റ്റ് എയ്ഡ് പോയിന്റ് എന്ന് പറയാം. പിന്നെ കുറച്ച് സൈൻസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. പ്രൊഹിബിഷൻ സൈൻസ് ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഹിബിഷൻ സൈൻസിൽ ഇപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് നോട്ട് ചെയ്യുക, സ്മോക്കിംഗ് ആൻഡ് നേക്കഡ് ഫ്ലെയിംസ് പ്രൊഹിബിറ്റഡ്. അപ്പോൾ അതിൻ്റെ ഷേപ്പും കളറും നിങ്ങൾ ഒന്നും കൂടെ അനലൈസ് ചെയ്യണം. അതിൻ്റെ ഷേപ്പും കളറിൽ നിന്നായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഫിഗർ ഉൾപ്പെടുത്തുന്ന കാര്യം ഡൗട്ടാണ്. സ്മോക്കിംഗ് ആൻഡ് നേക്കഡ് ഫ്ലെയിംസ് പ്രൊഹിബിറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡു നോട്ട് എക്സ്റ്റിങ്ക്വിഷ് വിത്ത് വാട്ടർ. ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഫയർ ഉള്ള സ്ഥലത്ത് നമ്മളവിടെ വാട്ടർ ഉപയോഗിച്ച് അത് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ ശ്രമിക്കരുത്. പിന്നെ ഈ കാണിച്ചിരിക്കുന്നത് പെഡസ്ട്രിയൻ പ്രൊഹിബിഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ കാൽനടക്കാർ അങ്ങോട്ട് കയറാൻ പാടില്ല, അതാണ് പ്രൊഹിബിഷൻ സൈൻസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാൻഡേറ്ററി സൈൻ ആണ്. ഈ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് വിയർ ഹെഡ് പ്രൊട്ടക്ഷൻ. ഹെഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹെൽമെറ്റ് ധരിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വിയർ ഐ പ്രൊട്ടക്ഷൻ. ഐ പ്രൊട്ടക്ഷന് വേണ്ടി ഗൂഗിൾസ് ധരിക്കുക. വിയർ ഹിയറിംഗ് പ്രൊട്ടക്ഷൻ. ഹിയറിംഗ് പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ ഇയർ പ്ലഗോ ഇയർ മഫോ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഒരു സിമ്പിൾ കാണിച്ചിരിക്കുന്നു, അത് ഫുഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഹാൻഡ് പ്രൊട്ടക്ഷൻ ആണ്. ഗ്ലൗസിൻ്റെ സിമ്പിൾ വിയർ റെസ്പിറേറ്റർ ആണ്. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഫ്യൂംസോ ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും ഹസാർഡ് സംഭവിക്കുന്നതിന് ഫലമായിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നതാണ് ഈ റെസ്പിറേറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഒരു റെസ്പിറേറ്റർ കൊടുക്കും. പിന്നെ വിയർ സേഫ്റ്റി ഹാർനസ് ബെൽറ്റ്. ഇപ്പോൾ ഒരു സേഫ്റ്റി ഹാർനസ് ബെൽറ്റ് നമുക്ക് മുകളിലേക്കൊക്കെ കയറേണ്ട സാഹചര്യങ്ങളിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ യൂസ് അഡ്ജസ്റ്റബിൾ ഗാർഡ്. ഇപ്പോൾ ഒരു കട്ടിംഗ് മെഷീനാണ്, അപ്പോൾ അവിടെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഗാർഡ് അവിടെ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ വാഷ് ഹാൻഡിൻ്റെ സിമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ വാർണിംഗ് സൈൻസ്. വാർണിംഗ് സൈൻസിൽ പ്രധാനമായിട്ടും ഇത് റിസ്ക് ഓഫ് ഫയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. വാർണിംഗ് സൈൻസ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ഷേപ്പാണ്. ഇതെന്ന് പറയുന്നത് റിസ്ക് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടോക്സിക് ഹസാർഡാണ്. ഈ കാണിച്ചിരിക്കുന്ന സിമ്പിൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, അത് കൊറോസീവ് സബ്സ്റ്റൻസ് ആണ്. പിന്നെ റിസ്ക് ഓഫ് അയണൈസിങ് റേഡിയേഷൻ, ഇതെന്ന് പറയുന്നത് ലേസർ ബീമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ ആണ്. പിന്നെ കാണിച്ചിരിക്കുന്നത് ഓവർ ഹെഡ് ഹസാർഡിനെ ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഹെഡിന് മുകളിൽ ഒരു വെയിറ്റ് തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ജനറൽ വാർണിംഗ് ഓർ റിസ്ക് ഓഫ് ഡേഞ്ചർ ആണ്. അപ്പോൾ ഈ സൈൻ നോട്ട് ചെയ്ത് വെച്ചേക്കുക, ജനറൽ വാർണിംഗ് ഓർ റിസ്ക് ഓഫ് ഡേഞ്ചർ. പിന്നെ ഓവർ ഹെഡ് ലോഡിൻ്റെ ഒരു സിമ്പിളാണ്. പിന്നെ ഫ്രജൈൽ റൂഫ്, ഫോർക്ക് ലിഫ്റ്റ്, ട്രക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാർണിംഗ് സൈൻസിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഒരു ചെറിയൊരു സെക്ഷനായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഫോർത്ത് സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഒരു സപ്പോർട്ട് കൂടെ തരിക. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ.